പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. നമ്മൾ യൂട്യൂബ് ചാനൽ കുറേ സബ്സ്ക്രൈബ് ആയാൽ നമുക്ക് അമ്മേൻ്റെ അടുത്ത് കുറച്ച് വാങ്ങിയിട്ട് കുറേ സാധനം വാങ്ങണ്ടേ. എന്ത് വാങ്ങിട്ട്? അത് അറിയാലോ, ഇങ്ങനെ ആക്കി അറിയാം. എന്താ അങ്ങനെ ആക്കിയ? പൈസ വാങ്ങിയിട്ട് കുറേ സാധനം വാങ്ങണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്താ നിങ്ങളുടെ വീടിന്റെ പേര് വായിക്കുക, നിങ്ങളുടെ വീടിന്റെ സ്ഥലം വായിക്കുക. നമ്മള് കൊണ്ടുവരുക. നിങ്ങളെ ഇഷ്ടമുള്ള സാധനം നമ്മൾ കൊണ്ടുവരും. ആര് കൊണ്ടുവരും? ഞാനൊന്നും കേട്ടിട്ടില്ലേ. എന്താ ഇവളാണ് എല്ലാ കാര്യം പറയുന്നത്, ഞാനൊന്നും അറിയില്ല. പിന്നെ എല്ലാരും കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെല്ലാം കമന്റ് പ്ലീസ്. എനിക്ക് വായിക്കാനും റിപ്ലൈ കൊടുക്കാനും ഇഷ്ടം. പ്ലീസ് ഒന്ന് കമന്റ് ചെയ്യും. വെറുതെ ടൈപ്പ് ചെയ്തൂടെ, വേറെ പണിയൊന്നുമില്ല. ഹലോ, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നാളെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മള് നാളത്തേക്ക് വേണ്ടി ദോശയാണ് നാളെ. അപ്പം അതിന് വേണ്ടി ഉഴുന്ന് ദോശ ഉണ്ടാക്കാണ്. നാളെ ഉഴുന്ന് ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം അതിന് എന്തെല്ലാം വേണ്ടി നമുക്ക് നോക്കിയാലോ. കുറേ ആൾക്ക് മറ്റേ അറിയില്ല. എനിക്ക് അറിയാം, പക്ഷെ കുറേ ആൾക്ക് അറിയില്ല. അപ്പം നമുക്ക് നോക്കിയാലോ. നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. മറ്റേ അരി ഉണ്ടല്ലോ, പച്ച അരി അല്ലേ, പച്ച അരി എടുത്തിട്ട് നിങ്ങൾക്ക് എത്രയാണോ വേണ്ട. പച്ച അരി എന്ന് പറഞ്ഞാൽ പച്ച കളറുള്ള അരിയാ? അല്ല, പിന്നെ അരിന്റെ കളർ എന്താ? വൈറ്റ്. പിന്നെന്താ പച്ചരി എന്ന് പറയുന്നത്? അപ്പൊ നമ്മള് ഇതെന്താന്ന് വെച്ചാൽ പച്ചരി എന്ന് പറയുന്നത് അരിയില്ലാത്ത ഇടുക. നിങ്ങൾക്ക് എത്രയാണോ വേണ്ട ആ അരിയില്ലാത്ത ഇടുക. എന്നിട്ട് നമ്മള് ഈ ഒരു മഞ്ഞ പരിപ്പ് അല്ലേ, ഉഴുന്ന് പരിപ്പ്. ഞാൻ സാധാ പരിപ്പാണ് ഉദ്ദേശിച്ചത്. മറ്റേ കറിയാക്കുമ്പോ പരിപ്പ് അപ്പൊ ആ ഉഴുന്ന പരിപ്പ് നമ്മള് ഇതിനകത്തോട്ട് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ഇട്ടുകൊടുക്കും. എന്നിട്ട് നമ്മൾ ഞാൻ ഇതൊക്കെ ആക്കി വെച്ചു. അപ്പാണ് ഇടയ്ക്ക് അമ്മ ഇതെടുക്കും. എന്നിട്ട് പിന്നെ ഇതിനകത്ത് നമ്മൾ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങോട്ട് വാ, കാണിച്ചതാ. ഇങ്ങോട്ട് വാ. ഇവിടെ പേന് പോലെ ഉണ്ടാവും. അരിയിലുള്ള കൊത്തൻ, അരിക്കൊത്തൻ ഉണ്ടാവും. അരി ഇടുന്ന കൊത്തൻ, അരിക്കൊത്തൻ. ആന ഉണ്ടാക്കിയ കൊണ്ട് ആനക്കുണ്ട്. അപ്പൊ എന്നിട്ട് നമ്മള് ഈ അരിക്കൊത്തെ നമ്മള് പോവാൻ വേണ്ടിയാണ് ഈ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങോട്ട് വാ. എന്തിനാണ് വെള്ളം ഒഴിക്കുന്നതെന്ന് വെച്ചാൽ അരിക്കൊത്തം പോവാനും പിന്നെ കണ്ട ഇങ്ങനത്തെ കണ്ട പോയി ഇങ്ങനത്തെ കണ്ട ഇവിടെ ചേറ് കാണുന്നില്ലേ, ഈ ചേറൊക്കെ പോവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ അരി കഴുകുന്നത്. അപ്പൊ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുതിർത്ത് വെക്കുക. വെറുതെ ഇങ്ങനെ കുതിർത്ത് വെച്ചാ പോരാ. വെറുതെ ഇങ്ങനെ കുതിർത്ത് വെച്ചാ പോരാ. ഇനി നമ്മള് എന്താ വേണ്ടതെന്ന് വെച്ചാ ഇങ്ങനെ വെറുതെ കുതിർത്ത് വെച്ചാ നമ്മൾ തിന്നുന്ന ഈ അരിയിലെ ചേറുണ്ടാവുമല്ലോ, ആ ചെറൊക്കെ നമ്മൾ തിന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ കിടന്ന് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ ഫാമിലിയിൽ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ അരി ഇങ്ങനെ ഓരോരോ കൈമലെടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ആക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ അരി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കുക, എന്നാലേ ചേറ് പോകും. അല്ലെങ്കിൽ ഇങ്ങനെ അമ്മ അങ്ങനെയൊന്നും ചെയ്യാറ്. അമ്മ എപ്പോഴും അരി കുതിർത്ത് വെച്ചിട്ട് ചായ ഉണ്ടാക്കാൻ പോകും. ഇത് കഴിഞ്ഞാൽ നമുക്ക് ചായ ഉണ്ടാക്കാം.
നമ്മള് ഇങ്ങനെ 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 കഴുകുക. ഞാനിപ്പോ കൊറേ അരി കുതിർത്ത് വെച്ച് അത് അവിടുന്ന് കുതിരട്ടെ, എന്നിട്ട് കഴുകിയാ മതി. നീ അതവിടെ വെക്ക്. ഓക്കെ, കഴുകി കഴുകിട്ടെ, അല്ലെങ്കിൽ പാലില് കൈ കഴുകിയിട്ട് എല്ലാവരും ഡ്രസ്സിൽ ഇതുപോലെ തുടച്ചു കൊടുക്കുക. അതും കൂടെ പറയും. കഴുകിട്ട് എല്ലാവരും തോർക്കാൻ പാടില്ല. നമ്മളെ കൈയൊക്കെ കൈയെ ചേറൊക്കെ തോർത്തിടാം. നമ്മൾ ഉടുപ്പി തോർത്ത ഒരു ചേരുവാവില്ല. നമ്മൾ അമ്മയല്ലേ കഴുകുക. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാ നമ്മൾ ചായ ഞാൻ ഉണ്ടാക്കിക്കോളാം, നീ ഇറങ്ങ്. വേണ്ട വേണ്ട, ഞാൻ ആക്കും, നീ ഇറങ്ങ്. സിയ, നമ്മള് ഈ പാലുണ്ടല്ലോ, ഈ പാലില്ലാത്ത വയ്ക്കും. എത്ര വേണ്ടെന്ന് വെച്ചാ നമ്മളിപ്പോ എത്ര വെച്ച? അമ്മ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. നിങ്ങൾ ചായ കുടിക്കല്ലോ. എത്ര? ഒരു കപ്പാ? ഒരു കപ്പ് പാല്. ഒരു കപ്പ് പാലല്ല, കുറച്ച് പാലും കുറച്ച് വെള്ളവും കൂടെ. കുറച്ച് പാല് ഒഴിക്കുക. നിങ്ങൾക്ക് എത്രയാണോ വേണ്ട അത്ര പാല്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് പാല് ഒഴിക്കുക, കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ മിക്സ് ആക്കുക. സ്റ്റൗ കത്തിച്ചാലേ തിളക്കുള്ളൂ. ഞാൻ കത്തിച്ചോളാം. വേണ്ട വേണ്ട, വിട് വിട്. നമ്മൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം കുറെ പണിയുണ്ട്. ചായ ഉണ്ടാക്കുക, കാപ്പി ഉണ്ടാക്കുക. അപ്പൊ നമ്മൾ സ്റ്റൗ ഓണാക്കിയിട്ട് അത് പേടിയാവും. അതിന്റെ കാലം കൊണ്ട് കത്തിപ്പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ സ്റ്റൗ ഓണാക്കിയിട്ട് നമ്മൾ മിക്സ് ആക്കണ്ട. നേരത്തെ തിളച്ചോളാം. തിളച്ചിട്ടൊന്നുമില്ല. അപ്പൊ തിളച്ച് വന്നിട്ടൊന്നും ഇല്ല. അപ്പൊ നമുക്ക് കുറച്ച് സമയം കാത്തിക്കും അല്ലേ? അപ്പത്തേക്കും നമുക്ക് അതില് ചേട്ടന് കോഫി ഉണ്ടാക്കി കൊടുക്കാം. ചേട്ടന് കോഫി വേണമെന്ന് പറയുന്നുണ്ട്. അരിക്കാൻ പോവാണ്. നീ ഇവിടെ വെക്ക്, ഞാൻ ആക്കിക്കോളാം. നമ്മള് ചെയ്യണേ. ഇത് ഒരാളെ പിടിക്കാനിപ്പോ കുറച്ച് നമ്മൾ ഒഴിക്കാണേ. റെഡി? 1 2 3 സ്റ്റാർട്ട്. അയ്യോ, ഇത്രയേ ഉള്ളൂ കോഫി. നമുക്ക് കുറേണ്ടെന്ന് വെച്ച് പറഞ്ഞിട്ടില്ല. ആക്കൊന്നും കൂടി. നമ്മള് നേരത്തെ ഫസ്റ്റ് കണ്ടില്ല. നമുക്ക് ഒന്നും കൂടി ഫസ്റ്റ് ചെയ്യണം. എന്ത്? ഇത് കോഫി ഉണ്ടാക്കണം. നമുക്ക് ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഫുള്ള് നമ്മള് പാലിൽ കഴിക്കുന്ന എടുക്കാം. എന്നിട്ട് അമ്മ എടുക്കുന്നില്ല. അമ്മ അങ്ങനെ ഉണ്ടാവും. ഈ കോഫി ചാനൽ കൊടുക്കല്ലേ, തണ്ണു തന്നെ കാണും. അപ്പൊ ഈ പാലെടുത്ത് അടക്കണം. ഞാൻ ഇപ്പൊ വെച്ച് കൊടുക്കാം. നമുക്ക് ഇത്രേ ഉള്ളൂ കോഫി. നമ്മള് കാപ്പി വെച്ച കൊറോണയില്ല. അപ്പൊ നമുക്ക് വീണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇല തയ്ക്കാം. നേരത്തെ വെച്ചാൽ തന്നെ നിങ്ങൾ ആദ്യം റെപ്പിച്ചാൽ കൊണ്ട് എന്തോ പോലെ ഉണ്ടാവും. എന്നാലും നല്ല രസമല്ലേ കാണാൻ. ഫുള്ള് ഒഴിക്കേ. ഓക്കെ, അടുക്കില്ല. അതാ
ഓക്കെ. ഇത് അത്രേ ഉള്ളൂ. അപ്പൊ ചേട്ടന് കൊടുക്കണ്ടേ? ആ, ചേട്ടന് കുറച്ച് കൊടുത്താൽ മതി. നീ കോഫി കുടിക്കോ? ഞാൻ കോഫി കൊടുക്കും. ഇനി മുതൽ ഞാൻ കോഫി കുടിക്കും. ഇത് ഭയങ്കര ചൂടുണ്ടാവും. അടിക്കാം. ആ, നമുക്ക് കോഫി അടിക്കാം. എനിക്ക് അത്ര തന്നിട്ടില്ല. കുറച്ച് തണിയിട്ട് ഞാൻ ഒരു കാര്യം കാണിച്ചില്ല. അപ്പം നമ്മുടെ നല്ലൊരു കാലാവസ്ഥയുടെ സന്ധ്യ ആകുമ്പോൾ അപ്പോൾ ഇവിടെ അമ്മ മണി പ്ലാന്റ് ഒക്കെ നട്ടിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് ചെരുപ്പ് എൻ്റെ കോഫി ഇടാക്കുന്നത്. പിന്നെ കുറേ ചെടിയുണ്ട് ഇവിടെ അപ്പുറത്തൊക്കെ. അവിടെ കുറേ ചെടിയൊന്നുമില്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു മൈലാഞ്ചി, അതിനൊക്കെ ഞാൻ കാണിച്ചുതരാം. ഇവിടെ മൈലാഞ്ചി ഉണ്ട്. പിന്നെ ഇവിടെ ഒരു മണി പ്ലാന്റ് ഉണ്ട്. കുറേ തുളസി ഉണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. മറ്റേ ഓണത്തിനൊക്കെ ഇടുന്ന പൂവാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇന്നലെ എൻ്റെ ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നലെ ഞാൻ കാര്യം കാണിച്ചാൽ ഇന്നലെ മാമൻ കുറച്ച് സാധനം കൊണ്ടുവരുന്നു. കുറച്ച് ഒരു 3-4 സാധനം കൊണ്ടുവരുന്നു. അപ്പോൾ ആ സാധനം കാണണ്ടേ നമുക്ക്? കേക്ക്, പിന്നെ നമ്മൾ ഇന്നലെ എൻ്റെ അമ്മ ഉണ്ടാക്കിയ കേക്ക്, പിന്നെ ഇതാ ഒരു വലിയ ഡയറി മിൽക്ക്, വലിയൊന്നുമല്ല ഇതേ ഇത്ര വലിയ ഡയറി മിൽക്ക്. പിന്നെ അമ്മമ്മ കൊണ്ടായിരുന്നു ഇതേ ഒരു ഐസ്ക്രീം. കണ്ട ഐസ്ക്രീം. പിന്നെ ഞാൻ ഒരു ചോക്ലേറ്റ് കഴിച്ചിട്ട് തീർത്തു. 2 ദിവസത്തെ കൊണ്ട് കഴിച്ചു തീർത്തു. പിന്നെ നമ്മുടെ ചായ, ടീ അല്ലേ, ടീന്നല്ല, ടീ ടൈമിന് ഞാൻ ഇതൊക്കെയാണ് തിന്നാറ്. ഈ ഒരു കേക്ക് ഉണ്ട്, കപ്പ് കേക്ക്. ഞാൻ പറഞ്ഞ മാമ കൊണ്ടുവന്ന കപ്പ് കേക്ക്. പിന്നെ ഞാൻ പറഞ്ഞ കോഫി. പിന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഈ കപ്പ് കേക്ക് നോക്കാം. കോഫി ഒക്കെ നമ്മൾ കുറേ തിന്നല്ലേ. കപ്പ് കേക്കും തിന്നില്ല, എന്നാലും ഇത് ഞാൻ തിന്നില്ല, ഇന്നും തിന്നില്ല. ചേട്ടൻ തിന്നായിരുന്നു. അങ്ങനെ തന്നെ ഞാൻ ഓപ്പോസിറ്റ് ആയിരുന്നു. ചേട്ടൻ ഡയറി മിൽക്ക് തിന്നില്ല, ഞാൻ ഡയറി മിൽക്ക് തിന്നു. ഞാൻ ഇത് തിന്നില്ല, ചേട്ടൻ ഇത് തിന്നു. ഓക്കെ, ഞാനിപ്പോൾ ആ ചെരുപ്പ് സ്റ്റാൻഡിൻ്റെ മേലെ വെച്ചിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് കഴിക്കുക ചെയ്യാറ് എപ്പോഴും. നമുക്ക് കഴിക്കാം കപ്പ് കേക്ക്. അടിപൊളി. അടിപൊളി. കോഫി എടുത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ടീം ടൈമിൽ ഇതൊക്കെയാണ്. ഞാൻ വരുന്നു. ഒറ്റ മിനിറ്റ്. അമ്മ കൊടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ ചെയ്യുന്നു? വേസ്റ്റ് കൊണ്ടിടുക. പ്ലാസ്റ്റിക് കവറെല്ലാം ഇതിലിടും. അപ്പം അമ്മ പ്ലാസ്റ്റിക് അല്ല. അപ്പം അമ്മ പേപ്പർ അങ്ങനത്തെ സാധനമൊക്കെ കത്തിക്കുവാണ്. അമ്മ പ്ലാസ്റ്റിക് അല്ല കത്തിക്കുന്നത്, അല്ല പേപ്പേഴ്സ് അല്ല കത്തിക്കുന്നത്. അമ്മ പ്ലാസ്റ്റിക് ഒന്നും കത്തിക്കാറില്ല. പ്ലാസ്റ്റിക്
എന്നാമേ പ്ലാസ്റ്റിക് എന്താ കത്തിക്കാത്ത? പ്ലാസ്റ്റിക് എന്താ കത്തിക്കാത്ത? ആ നമ്മളെ കയ്യൊന്നല്ലല്ലോ പോയിൻസിനാണ്. അപ്പം പ്ലാസ്റ്റിക് അമ്മ ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് വെക്കും. പ്ലാസ്റ്റിക് കവറിലിട്ട് വെക്കും. എന്നിട്ട് പിന്നെ കഥൊന്നുണ്ട്, പ്ലാസ്റ്റിക് കവറിലിട്ട് വെക്കും. അത് എന്നിട്ട് പഞ്ചായത്ത് ആൾക്കാർ വന്നിട്ട് ഓരോരോ മാസം ആകുമ്പം വന്നിട്ട് എടുക്കും. ആ പ്ലാസ്റ്റിക് കൊടുത്ത് എടുക്കാൻ വരും. അന്നേരം അമ്മ കൊടുക്കും. അത് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഓക്കെയാണ് നമ്മളിവിടെ ചെയ്യാറ്. നിങ്ങളും എങ്ങനെയാണ് ചെയ്യാറെന്ന് പറയണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ അറിയാം, നമ്മൾ സ്കൂളും അങ്ങനെ തന്നെയാണ്. പ്ലാസ്റ്റിക് ക്യാമ്പസാണ്. പ്ലാസ്റ്റിക് ക്യാമ്പസ് അല്ല, പ്ലാസ്റ്റിക് ഫ്രീ ക്യാമ്പസ്. ഓക്കെ അതുതന്നെയാണ് വീഡിയോ. അപ്പം ഇപ്പോൾ സമയം കുറേ ആയി തോന്നുന്നു. അപ്പം എനിക്ക് കുളിക്കണം, വിളക്കത്തിക്കണം, പിന്നെ കുറേ പരിപാടി ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ വേറെ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ ബൈ. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആകട്ടെ. ബൈ ബൈ.